ഷെയർസ്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 284 ഷെയർസിനെ ഡിഫൈൻ ചെയ്യുന്നത്. എ ഷെയർ ആസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. ഇതാണ് ഷെയറിൻ്റെ ഡെഫിനിഷൻ. അതായത് സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഷെയറിനെയാണ്, ഒരു പോർഷനെയാണ് ഷെയർ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോക്ക്? സ്റ്റോക്ക് മീൻസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് പുട്ട് ടുഗദർ ഫോർ കൺവീനിയൻസ്. കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ എല്ലാം കൂടി ഒരു ബണ്ടിലാക്കി വെച്ചിരിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് മീൻസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് പുട്ട് ടുഗദർ ഫോർ കൺവീനിയൻസ്. അടുത്തത് കൈൻഡ്സ് ഓഫ് ഷെയർസ്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ 2 ടൈപ്പ് ഓഫ് ഷെയർസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. ഇക്വിറ്റി ഷെയർസിനെ ഓർഡിനറി ഷെയർസ് എന്നും അറിയപ്പെടാറുണ്ട്. എന്താ പ്രിഫറൻഷ്യൽ ഷെയർസ്? പ്രിഫറൻഷ്യൽ ഷെയർസ് ആർ ദ ഷെയർസ് വിച്ച് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. ചില പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന ഷെയർസിനെയാണ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്? മെയിനായിട്ടും 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആണ് പ്രിഫറൻഷ്യൽ ഷെയർസിനുള്ളത്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഫിക്സഡ് റേറ്റിൽ ഡിവിഡൻഡ് ലഭിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആണ്. രണ്ടാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്താണ്? കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നതിന് മുന്നേ തന്നെ ക്യാപിറ്റലിന് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഓവർ ദ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നതിന് മുന്നേ തന്നെ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ തിരികെ നൽകണം. ഇനി ആരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? അവർ ഈ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയിരിക്കും. അവർക്കായിരിക്കും കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുക. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 ഇക്വിറ്റി ഷെയർസിനെ കുറിച്ച് പറയുന്നത്. ആൻ ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻഷ്യൽ ഷെയർ. ഒരു പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഒരു ഷെയറിനെ ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. അതായത് ഈ ഇക്വിറ്റി ഷെയർസിന് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ആ 2 റൈറ്റ്സും ലഭ്യമല്ല. പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനെ പോലെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കില്ല. വൈൻഡിങ് അപ്പ് സമയത്ത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ റിട്ടേൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ. They are not entitled to any fixed rate of dividend and profit available after all preferential rights have been fully satisfied.